ചെങ്ങന്നൂരിലെ താഴമൺ മഠത്തിൽ SIT പരിശോധന തുടരുന്നു. പരിശോധന 8ാം മണിക്കൂറിൽ. വൻ പോലീസ് സന്നാഹവുമായാണ് SIT തന്ത്രി കണ്ഠരര് രാജീവരുടെ വീട്ടിലെത്തിയത്. ആഭരണങ്ങൾ പരിശോധിക്കാൻ സ്വർണ്ണപ്പണിക്കാരനെ അടക്കം എത്തിച്ചിട്ടുണ്ട്. SIT നിർദ്ദേശപ്രകാരം തന്ത്രിയുടെ വീട്ടിലുണ്ടായിരുന്ന ചില ബന്ധുക്കളെയും പോലീസ് ഒഴിവാക്കി. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ഒപ്പം ചേരുന്നു. സുധീഷ്, മണിക്കൂർ 8ആയി, എന്തെങ്കിലും കിട്ടിയോ? കൃഷ്ണ, ഇന്ന് ഉച്ചയ്ക്ക് 2:48ഓടെയാണ് ഈ SIT സംഘം തന്ത്രിയുടെ വീട്ടിലേക്ക് പരിശോധനയ്ക്കായി എത്തുന്നത്. അതിനുശേഷം ഇപ്പോൾ 8 മണിക്കൂറിലേക്ക് കടക്കുകയാണ് ഈ പരിശോധന. ഇതുവരെയും ഒന്നും തന്നെ കാര്യമായി കണ്ടെത്താൻ സാധിച്ചതായി ഒരു അറിവും ലഭിച്ചിട്ടില്ല. ഇതേ സാഹചര്യത്തിൽ തന്നെ ഈ സ്വർണ്ണാഭരണങ്ങളടക്കമുള്ള ആഭരണങ്ങളൊക്കെയും പരിശോധിക്കാനായി സ്വർണ്ണ പണിക്കാരനെ അടക്കം ഇന്ന് ഉച്ചയ്ക്ക് 3:30-ക്ക് ശേഷം ഇവിടേക്ക് എത്തിച്ചിരുന്നു. അത്തരത്തിലുള്ള പരിശോധനയും തുടരുകയാണ്. ഇതുവരെയും ഈ സ്വർണ്ണപ്പണിക്കാരനെ പോലും പുറത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ പരിശോധന തുടരുമ്പോൾ തന്നെ SIT എത്രത്തോളം പ്രതിരോധത്തിലാണെന്ന് വ്യക്തമാക്കുന്ന രീതിയിലായിരുന്നു ഈ പരിശോധനയ്ക്കായി SIT സംഘം എത്തിയത്. കാരണം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തെ അവർ ഭയന്നിരുന്നു. മറ്റെങ്ങും പരിശോധനയ്ക്ക് എത്തുമ്പോഴുള്ള ഒരു സമീപനമായിരുന്നില്ല SIT സംഘം സ്വീകരിച്ചത് ഇവിടെ. കാരണം വലിയ പോലീസ് സന്നാഹങ്ങളുടെ അകമ്പടിയോടെയാണ് ഇവിടെ പരിശോധനയ്ക്ക് എത്തിയത്. ആ പോലീസ് സന്നാഹം ഇപ്പോഴും ഇവിടെ സുരക്ഷാ വലയം തീർക്കാനായി പുറത്ത് കാത്തു നിൽക്കുകയാണ്. ആ രീതിയിൽ ഇപ്പോഴും പരിശോധന 8ാം മണിക്കൂറിലും തുടരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു കാര്യം, കുറച്ച് നേരം മുമ്പ് ഇവിടേക്ക് ഈ തന്ത്രിയുടെ മകൻ്റെ പിതാവിനെയും വിളിച്ചു വരുത്തി. ഒരുപക്ഷെ അത് സ്വർണം പരിശോധിക്കുമ്പോൾ അത് മകൾക്ക് നൽകിയ സ്വർണമാണ് എന്ന് മരുമകളുടെ അച്ഛനെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാവണം. അത്തരത്തിൽ ഇവിടുത്തെ ഓരോ സ്വർണ്ണാഭരണങ്ങളും കൃത്യമായി തന്നെ പരിശോധിച്ച് അത് ശബരിമലയുമായി ഒന്നും ബന്ധപ്പെട്ടതല്ല എന്ന് സ്ഥിരീകരിക്കാനുള്ള ഒരു ശ്രമം കൂടി SITയുടെ ഭാഗത്തു നിന്നുണ്ട്. നമുക്കറിയാം, ഈ അറസ്റ്റിനെ തുടർന്നുണ്ടാവുന്ന വലിയ വിവാദങ്ങളുണ്ട്. കാരണം ഒരു തരത്തിലും ഈ ആചാര ലംഘനത്തിൻ്റെ പേരിൽ ഒരാളെ അറസ്റ്റ് ചെയ്യാനോ അതിന് ശിക്ഷ നൽകാനുള്ള നിയമ സംവിധാനമോ നമ്മുടെ ഭരണഘടനാ പ്രകാരമോ ഒന്നും തന്നെ നിലനിൽക്കുന്നില്ല. ആ ഒരു ഘട്ടത്തിലാണ് ആചാര ലംഘനത്തിൻ്റെ പേരിൽ തന്ത്രിയെ തന്നെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. മറ്റ് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെടുത്തിയാലും അത് ഏതെങ്കിലും തരത്തിൽ ശബരിമലയിലെ സംഭവവുമായി സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടാണെന്ന് സ്ഥിരീകരിക്കാനുള്ള തെളിവും ഈ SIT ടീമിന് റിമാൻഡ് നോട്ടിലോ ഒന്നും തന്നെ നൽകാനും സാധിച്ചിട്ടില്ല. ആ ഒരു ഘട്ടത്തിൽ ഇവിടെ നിന്നും എന്തെങ്കിലും കണ്ടെത്തേണ്ടത് ഈ അറസ്റ്റിനെ ശരിവെക്കുന്ന, അവരുടെ നടപടികളെ ശരിവെക്കുന്ന, ഇല്ലെങ്കിൽ ഇപ്പോഴുയരുന്ന ഈ വാദമുഖങ്ങളെ ഇല്ലെങ്കിൽ പ്രതിഷേധങ്ങളെ എല്ലാം അതിൻ്റെ വായടയ്ക്കുന്നതിന് ഉതകുന്ന എന്തെങ്കിലും കണ്ടെത്തേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരു ഭഗീരഥ പ്രയത്നം തന്നെയാണ് ഈ രാത്രി 10 മണിക്ക് ശേഷവും SIT സംഘം ചെങ്ങന്നൂരിൽ തുടർന്ന് ഈ തന്ത്രിയുടെ കുടുംബ വീട്ടിൽ തുടർന്ന് ഈ പരിശോധന തുടർന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എത്ര കണ്ട് ഫലം ചെയ്യും എന്നത് നമുക്ക് നോക്കിക്കാണേണ്ടതാണ്. എന്തു തന്നെയായാലും ആ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. അതേ സാഹചര്യത്തിൽ തന്നെ നമുക്കറിയാം, യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ആചാര ലംഘനം നടന്നപ്പോൾ തന്ത്രി സ്വീകരിച്ച നിലപാടുകളും അതിൽ ഉള്ള സർക്കാരിനുള്ള അമർഷം, പ്രധാനമായും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള അമർഷം നമുക്കറിയാവുന്നതാണ്. അതിൻ്റെയൊക്കെ ഒരു പകവീട്ടലായി തന്നെ വേണം ഈ ആചാര ലംഘനത്തിൻ്റെ പേരിൽ തന്നെ തന്ത്രിയെയും ഇപ്പോൾ ജയിലിലടച്ച ഒരു നടപടിയിലൂടെയുള്ള ഈ SIT നീക്കത്തെ കാണാൻ. അതുതന്നെയാണ് SITക്ക് മേലും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദവും അതിലുപരി ഹൈക്കോടതിയുടെ നിയന്ത്രണത്തെ പോലും മറികടന്നുകൊണ്ടുള്ള ഇടപെടലും നടക്കുന്നു എന്ന ആക്ഷേപം ശരിവെക്കുന്ന നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണരാജ്, ശബരിമല സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് തന്ത്രിയുടെ താഴമൺ മഠത്തിൽ പരിശോധന 8 മണിക്കൂർ പിന്നിടുകയാണ്. ഇതുവരെ ഒന്നും കണ്ടെത്താനായിട്ടില്ല. വലിയ പോലീസ് സന്നാഹമാണ് SITക്കൊപ്പം ഉള്ളത്. സ്വർണ്ണപ്പണിക്കാരനുമുണ്ട്. ഏതായാലും കാത്തിരിക്കണം. ഈ അറസ്റ്റ് എന്തുകൊണ്ടെന്ന് ന്യായീകരിക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള അന്വേഷണമാണെന്ന് വേണം മനസ്സിലാക്കാൻ. വിവരങ്ങൾ നൽകുകയായിരുന്നു സുധീഷ് ഗോപാൽ.